ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 2 ഗോവ വ്ലോഗ് വീഡിയോ ആണ്. അപ്പോൾ ഡേ 1 കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഞാൻ ഡേ 1ൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കണ്ടിന്യൂഷൻ കിട്ടും. അപ്പോൾ ഡേ 1 നമ്മൾ ഫുൾ പോയത് നോർത്ത് ഗോവയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ സ്പോട്ട് എന്ന് പറയുന്നത് സൗത്ത് ഗോവയാണ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഡേ 1 കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആ ഒരു റെസ്റ്റോറൻറ്റില്ലേ, ആ ഒരു സെയിം റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. നൂഡിൽസും പൂരി, കിഴങ്ങറി, പുട്ട്, കടലക്കറി എന്നിവയായിരുന്നു ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ നൂഡിൽസ് കണ്ടൊരു ഹാപ്പിനെസ്സിലാണ് ഉമ്മ. അപ്പോൾ എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇവർ ഭയങ്കര സീരിയസ് ടോക്കാണ് ഗൈസ്, അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. അപ്പം ഇന്ന് നമ്മൾ ലാസ്റ്റ് ഡേയും കൂടെ ആണല്ലോ ഗോവയിലത്തെ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലായിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇന്ന് കുറച്ച് നല്ല അടിപൊളി ചേർച്ച്, കുറച്ച് നല്ല അടിപൊളി ഏരിയയിലൊക്കെയാണ് ഗൈസ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സൗത്ത് ഗോവയിൽ ഫസ്റ്റ് തന്നെ പോയത് ഫൗണ്ടൈൻ ഹസ് എന്ന് പറഞ്ഞ ഒരു കളർ ബിൽഡിങ്സ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വല്ല വഴിക്കാണ് ഗൈസ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് കുറേ നടന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ക്ഷീണിച്ച് വന്ന ഒരു സ്ഥലത്ത് നിന്നു. അപ്പോൾ ആ ഒരു ഏരിയയിലെന്ന് വെച്ചാൽ ഇപ്പോൾ വാപ്പ നിന്ന ആ ഒരു ഏരിയയില്ലേ, ആ ഒരു സൈഡിലോട്ട് ആ ഒരു നല്ല ഒരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടൈം കൊണ്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോകാൻ. അതുമല്ല ഒരുപാട് പേര് അങ്ങോട്ട് നടന്നു പോകുന്നതൊക്കെ കണ്ടു. പിന്നെ ഈ ഗോവയിലത്തെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോർണർ, അരുവിൽ, മൂലയിൽ ഇവിടെയൊക്കെ ആയിരിക്കും കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഫേ, ഷോപ്പ് അങ്ങനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ നല്ല അടിപൊളി ഫോട്ടോഷൂട്ടും ഒക്കെ എടുക്കാൻ പറ്റിയ ഏരിയ ആയിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് സനിയെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ ആ ഫോട്ടോസ് ഞാൻ എൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ലോക്കൽ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നത് ഒരു ഗോവൻ സ്പെഷ്യൽ ഫിഷ് താലി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ നമുക്കൊരു വൈബ് കിട്ടിയില്ല ഗൈസ് ഇതൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ വന്നത് ഓൾഡ് ഗോവ, അതായത് കുറച്ച് ചർച്ചിൽ നമ്മൾ പോകുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ മെയിൻ ഫേമസ് ആയിട്ടുള്ള ചർച്ചാണ് ഈ ഒരു ബോം ജീസസ് ചർച്ച്. പിന്നെ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ഒരു വൈറ്റ് കളർ കാണുന്നുണ്ടോ, അതാണ് സി കത്തീഡ്രൽ ചർച്ച് ഓഫ് സാന്താ കത്രീന എന്ന് പറയുന്നത്. എല്ലാം നല്ല അടിപൊളി പേരാണ് കേസ്, നമുക്ക് പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റിയ പേരാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഈ ബോം ജീസസ് ചർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു വെട്ടുകല്ലില്ലേ, നമ്മളെ വെട്ടുകല്ല്, ആ ഒരു കല്ല് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 400 ഇയേഴ്സോളം പഴക്കമുള്ള ഒരു ചർച്ചാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വിശുദ്ധ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഈ ഒരു ചർച്ചിലാണ്. അതുപോലെ ഈ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഈ തിരുശരീരം ഉണ്ടല്ലോ, കെമിക്കൽ ഫോമുലകളൊന്നും തന്നെ ഇല്ലാതെ എല്ലാവർക്കും കാണുന്ന വിധത്തിൽ അത്ര ഉയരത്തിൽ ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു 10 ഇയേഴ്സിലൊരിക്കൽ ഈ ഒരു ശരീരം താഴോട്ട് ഇറക്കും, മനസ്സിലായോ. പിന്നെ ഈ പോർച്ചുഗീസ് ലാംഗ്വേജിൽ ബോം ജീസസ് ചർച്ച് എന്ന് പറഞ്ഞാൽ ഇൻഫൻറ്റ് ജീസസ് ഇല്ലെങ്കിൽ ഉണ്ണിയേശു എന്നൊക്കെ പറയും. ഒരുപാട് ഫോട്ടോ ഫ്രെയിംസിനുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഒരു ചർച്ചിനകത്തുണ്ട് കേട്ടോ. പിന്നെ ഈ ചർച്ചിനകത്തോട്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ല. ഞാൻ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞത് ഈ പുറത്ത് ഈ ഒരു വെട്ടുകല്ലിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വരുന്ന അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വന്നത് ഈ ഒരു സെൻറ്റ് കത്തീഡ്രൽ ചർച്ച് ഓഫ് സാന്താ കത്രീനയാണ്. ഇതിനെന്ന് വെച്ചാൽ ഒരു 250 അടി നീളവും അതുപോലെ 181 വീതിയും 150ഓളം ഹൈറ്റും ഒക്കെ ഉള്ള ഒരു പള്ളിയാണ് കേട്ടോ. നൈസാണ്, അടിപൊളി വ്യൂ ആണ്, നല്ല രസമാണ് ഗൈസ്. അപ്പം നമ്മൾ ആ ഒരു ചെന്ന ടൈമിൽ നല്ല എന്തോ ഒരു പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് ചുറ്റും എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല, ഭയങ്കര വെയിലാണ്. അതാണ് ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ക്ഷീണിക്കും, ഒരുപാട് നടക്കാനുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ക്ഷീണിക്കും. പിന്നെ അതുപോലെ തന്നെ ആ ടൈമിൽ ഫോണിന് ചാർജ് ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. അപ്പം ഓരോരുത്തരുടെ ഫോൺ ഇങ്ങനെ മാറ്റി മാറ്റി നമ്മളിങ്ങനെ പവർ ബാങ്കിൽ ഇങ്ങനെ മാറ്റി മാറ്റി പണി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി ഞാൻ വേറൊരു കാര്യം പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ പോയത് പാക്കേജ് വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ പാക്കേജ് വഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഈ ഒരു 2 ഡേയ്സ് കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് പ്ലാൻ ചെയ്ത് പോകുമായിരുന്നെങ്കിൽ, സ്വന്തമായിട്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാമായിരുന്നു. കുറച്ചും കൂടെ നല്ല സ്പോട്ടൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഈ ഒരു പാക്കേജ് എനിക്ക് അത്ര വേർത്തായിട്ട് ഫീൽ ചെയ്തില്ല ഗൈസ്. അപ്പം നിങ്ങൾ ആരെങ്കിലും പാക്കേജ് വഴിയോ സ്വന്തമായിട്ടോ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയണേ. അപ്പം നമുക്കറിയാമല്ലോ എത്ര വേർത്തായിരിക്കും എന്ന്. അപ്പോൾ ഇപ്പം നമ്മൾ ലാസ്റ്റ് പോകുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു കോൾവ ബീച്ചിലാണ്. കഴിഞ്ഞ ഡേ 1 ബാഗ ബീച്ചിൻ്റെ വൈബും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്ര ഒരു വൈബ് ഈ ഒരു കോൾവ ബീച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഭയങ്കര, നമ്മൾ ലാസ്റ്റ് ആ ഒരു ടൈമാണല്ലോ, അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ഗൈസ്. ഇവരുടെ വൈബ് ഇതൊന്നും അല്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചാലും നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ, ഈച്ച് മൊമെൻറ്റ് എൻജോയ് ചെയ്യണമെന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൾവ ബീച്ച് വന്നതിന് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കളിക്കാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ആ ഒരു സ്ഥലം കൂടെ അല്ലേ. അപ്പം ഇവനുണ്ടല്ലോ പോൾ, ഇവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളത്തിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവൻ ഒറ്റയ്ക്ക് പോകത്തില്ല, എല്ലാവരും കൂടെ കൂട്ടി വിളിച്ച് വൈബ് അടിക്കാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മൾ കുട്ടി ടീമുകളെല്ലാവരും കൂടെ വന്നിരിക്കുവാണ്. അപ്പം ഹായ്. അപ്പോൾ എല്ലാവരും കുറച്ച് വൈബൊക്കെ അടിച്ച്
നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ ഇനി ഫ്രഷ് ആയിട്ട് വേണം ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ സ്റ്റേഷനിലോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ ഗോവ വൈബിങ് ഒക്കെ എൻഡ് ചെയ്യുവാണ് ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ഗോവയിലത്തെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ടൈമിലും ബീച്ച് ഭയങ്കര ഓണാണ്, ഭയങ്കര റഷാണ്. ഏതൊരു ബീച്ചാണെങ്കിലും ഒരുപാട് ബീച്ചുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് നേരെ നമ്മൾ തറവാട് റെസ്റ്റോറൻറ്റിലോട്ട് നടക്കുവാണ് കേട്ടോ. തറവാട് റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ ഒരു മലയാളി റെസ്റ്റോറൻറ്റാണ്. ഈ ഒരു കോളേജ് ട്രിപ്പൊക്കെ വരുമല്ലോ, കോളേജ് ട്രിപ്പും കുറേ ട്രിപ്പുകൾ വരുന്നത് മെയിനായിട്ട് മലയാളീസ് വരുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിലായിരിക്കും. ഭയങ്കര നല്ല ഫുഡാണ്. പിന്നെ അതുപോലെ ഈ ഒരു റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ബൊഫേ സിസ്റ്റമാണ് ഗൈസ്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരുന്നു. അപ്പോൾ ബൊഫേ സിസ്റ്റത്തിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് നമുക്ക് എത്ര ഫുഡ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഫുഡ് എടുത്തു കഴിഞ്ഞിട്ട് ഫുഡ് നമ്മൾ വേസ്റ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ച് എങ്കിലും ഫുഡ് അതിലുണ്ടെങ്കിൽ അവർ നമുക്ക് ഫൈൻ തരും. അപ്പോൾ അത് നമ്മൾ അടച്ചേ പറ്റൂ ഗൈസ്. അപ്പോൾ സനിക്ക് എന്തായാലും ഫൈൻ ലാസ്റ്റ് അവർ പറഞ്ഞു ഫൈൻ വേണം അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു പാക്കേജ് വഴിയാണ് വന്നത് അവരുടെ അടുത്ത് ചോദിക്കുക. അങ്ങനെ അത് ഭയങ്കര കോമഡി ആയിരുന്നു ഗൈസ് അവിടെ. അപ്പോൾ ഫുഡ് ഒട്ടും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എത്ര ഫുഡ് വേണമെങ്കിലും എടുക്കാം, പക്ഷേ വേസ്റ്റ് ചെയ്താൽ അവിടെ ഫൈനൊക്കെ കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ പൊറോട്ട, ചിക്കൻ കറി, റൈസും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ എടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പറയുവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മളെ വീഡിയോ. അങ്ങനെ നമ്മൾ കുറച്ച് ഇവിടെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലെത്തി. അതായത് നമ്മൾ ഫസ്റ്റ് ഡേ വന്ന് ഇറങ്ങിയല്ലോ ആ ഒരു സ്റ്റേഷനിലെത്തി. ഇനി നമ്മൾ ഒരു രാത്രി 11 മണിയൊക്കെ ആകുമ്പോഴത്തെ ഒരു നേത്രാവതി എക്സ്പ്രസ്സിനുണ്ട്, അതിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഗോവ വ്ലോഗ് എന്ന് പറയുമ്പോൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.